6 മണിയായി. ഞങ്ങളീ പോകുന്നത് കണ്ണൂരേക്കാണ്. ഒറ്റക്ക് പോവാൻ കഴിഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും കൂടി വരുന്നെന്ന്. അപ്പൊ പറഞ്ഞു പോന്നോന്ന്. ആവശ്യമില്ലെങ്കിലും കെട്ടിയോന്റെ കൂടെ ഇങ്ങനെ പോകുന്നത് രസല്ലേ. അങ്ങനെ ഞാനും ഇറങ്ങി. മോനെ കൂട്ടിയില്ല. സ്കൂളിലുണ്ട്. അവൻ നല്ല ഉറക്കാ. അവൻ എണീക്കുന്നതിന് മുമ്പേ ഞങ്ങള് വിട്ടു. അല്ലേ അതുകൊണ്ട് സ്കൂൾ ലീവാക്കിയാൽ ശരിയാവില്ലെന്ന് തോന്നി. ലൈംഗമ്പിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് ഇലയൊന്നും അല്ല കേട്ടോ. ഒരുപാട് പക്ഷികളാ. അവര് ഞങ്ങളെ പോലെ തന്നെ രാവിലെ ആവാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ തോന്നി അവരുടെ ആ ഇരിപ്പ് കണ്ടപ്പോ. രാവിലെയുള്ള ശബ്ദം കേൾക്കാൻ എന്ത് രസമായിരുന്നു. അങ്ങനെ ഞങ്ങള് കണ്ണൂരെത്തി. ജോലിക്ക് ആവശ്യമായ മെഷീൻ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കടകൾ കയറി. അവിടെ ലാസ്റ്റ് ഒരു കടയിൽ നിന്ന് ഒരു മെഷീൻ എടുത്ത്. പിന്നെ ഞങ്ങള് കണ്ണൂരിൽ തിരിച്ചു. ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്താ ചെയ്യാ, ഭയങ്കര ചൂടും വെയിലും കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം വരാന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വിട്ടു. നോമ്പ് മുറിക്കാനായപ്പോ ഞങ്ങളെല്ലാം സെറ്റാക്കി നോമ്പ് മുറിച്ച്. അങ്ങനെ തക്ബീറിന്റെ ശബ്ദം കേട്ടു. അങ്ങനെ നാളെ പെരുന്നാളാണെന്ന് ഉറപ്പായി. ഇനിയുള്ളത് ഫിത്റിന്റെ അരിവാരല നെയ്യത്തും വെച്ച് അരിവാരാൻ തുടങ്ങി. അങ്ങനെ അരിവാരി ഓരോരോ വീടുകളിലേക്കും ഓരോരോ കെട്ടുകളാക്കി. പോകുന്നതിന് മുമ്പേ അപ്പുറത്തുള്ളവരൊക്കെ ഞങ്ങളെ വീട്ടിലേക്കുള്ള അരിയും കൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അരിയും കൊടുത്ത് തിരിച്ചെത്തി. നാളത്തേക്കുള്ള കസ്റ്റേർഡും പുഡിങ്ങും ഒക്കെ തയ്യാറാക്കി വെച്ചു. ഇതൊന്നും നടക്കൂല. അപ്പൊ ഓക്കെ ബൈ, ഇന്ന് ഇത്രയേ ഉള്ളൂ.